യമനിൽ ഔദ്യോഗിക സൈന്യത്തിലെ 14 സൈനികർ ഹൂതി ഭീകരരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഹൊദൈദ നഗരത്തിന് തെക്ക് ഹൈസ് ജില്ലയിലെ ജബൽ ദുബൈസിലാണ് ആക്രമണമുണ്ടായത്. ഏറ്റുമുട്ടലിൽ 23 സൈനികർക്ക് പരിക്കേറ്റു. അടുത്തിടെ യമനിലുണ്ടായ ഏറ്റവും രക്തരൂക്ഷിതമായ ആക്രമണമാണിതെന്ന് രാജ്യത്തെ അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർക്കാരിലെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ AFP റിപ്പോർട്ട് ചെയ്തു. വെള്ളിയാഴ്ച രാത്രിയോടെയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. ആക്രമണത്തിന്റെ ആദ്യഘട്ടത്തിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള ചില ഭാഗങ്ങൾ ഹൂതി ഭീകരർ പിടിച്ചെടുത്തെങ്കിലും ശനിയാഴ്ച പുലർച്ചെയോടെ ശക്തമായ പ്രത്യാക്രമണം നടത്തിയ സൈന്യം ഇവ തിരിച്ചുപിടിച്ചു. ആക്രമണത്തിൽ ഹൂതി ഭീകരരും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചെങ്കിലും കൂടുതൽ വിവരങ്ങൾ പുറത്തെത്തിയിട്ടില്ല. ഇറാന്റെ ഒരു വിമാനം നിലത്തിറങ്ങുന്നത് തടഞ്ഞെന്ന് കാട്ടി സൗദിയുടെ വിമാനത്താവളങ്ങളെ ഉൾപ്പെടെ ലക്ഷ്യം വെക്കുമെന്ന് വെള്ളിയാഴ്ച ഹൂതി ഭീകരർ ഭീഷണി മുഴക്കിയിരുന്നു. യമൻ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന രാജ്യമാണ് സൗദി. 2015 മുതലാണ് ഹൂതി ഭീകരരും സർക്കാരും തമ്മിൽ പോര് തുടങ്ങിയത്. ഇത് ആയിരക്കണക്കിന് മരണത്തിനിടയാക്കുകയും യമനിൽ വലിയ മാനുഷിക പ്രതിസന്ധിക്ക് കാരണമാവുകയും ചെയ്തിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ 2022 നിലവിൽ വന്ന വെടിനിർത്തലിലൂടെ വലിയ ഏറ്റുമുട്ടലുകൾ ഒട്ടുമിക്കതും നിലച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിഖേന ന്യൂസ്.